ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. 3-ാം അധ്യായത്തിൽ അപ്പസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, വിജാതിയരുടെ അപ്പസ്തോലനായി യേശുക്രിസ്തുവിനാൽ ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. പത്രോസ്ലീഹ യഹൂദ ക്രിസ്ത്യാനികളുടെ ഒരു അപ്പസ്തോലൻ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നതെങ്കിൽ പൗലോസ്ലീഹ വിജാതിയരുടെ അപ്പസ്തോലൻ എന്ന പേരിലാണ് സഭയിൽ അറിയപ്പെടുന്നത്. കാരണം വിജാതിയർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പസ്തോലനായ പൗലോസ്ലീഹയാണ്. വിജാതിയരോടുള്ള സമ്പർക്കത്തിൻ്റെ ഫലമായി കാരാഗ്രഹവാസവും ബന്ധനവും ഒക്കെ അദ്ദേഹം സഹിക്കേണ്ടി വന്നു. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാണ് അദ്ദേഹം ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളത് ദൈവത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ എനിക്ക് വെളിവാക്കപ്പെട്ടത് ദൈവം തന്ന വെളിപാടിലൂടെയാണ്. അപ്പോൾ ആ ദൈവം തന്നതായ വെളിപാടനുസരിച്ചാണ് ഞാൻ ജാതികളുടെ പ്രവാചകനായി മാറിയതും അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ എനിക്ക് കാരണമായിട്ട് തീർന്നതും. എനിക്കിപ്പോൾ അവിടുത്തെ വിശുദ്ധ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ പല രഹസ്യങ്ങൾ വെളിപ്പെട്ടതുപോലെ മറ്റ് തലമുറകളിലെ മനുഷ്യർക്ക് ഇതുവരെയും വെളിവാക്കപ്പെട്ടിട്ടില്ലാത്ത രഹസ്യം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ആ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ, വിജാതികൾ പോലും ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവർ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗങ്ങളുമായി മാറുകയാണ്. ഒന്നവർ സഭയിൽ അംഗമായി തീരുന്നതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തത്തിന് അല്ലെങ്കിൽ പിതാവായ ദൈവം നൽകിയ വാഗ്ദാനത്തിൻ്റെ ഭാഗമായി അവർ മാറുന്നു. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമായി അവർ രൂപാന്തരപ്പെടുന്നു. അപ്പം അങ്ങനെയുള്ളതായ ആ മഹത്വത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. അതിന് അവർക്ക് യാതൊരു തടസ്സവുമില്ല എന്ന ദൈവത്തിൻ്റെ രഹസ്യം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ജാതികൾക്ക് വേണ്ടി കൂടുതൽ വാദിക്കുകയും ഇത് തർക്കിക്കുക അല്ലെങ്കിൽ മറ്റ് അപ്പസ്തലന്മാരോടും യഹൂദന്മാരോടും അദ്ദേഹം തർക്കിക്കുകയും അതിനുവേണ്ടി പീഡ സഹിക്കാൻ തയ്യാറാവുകയും ചെയ്ത് രഹസ്യം അദ്ദേഹത്തിന് വെളിപ്പെട്ടതുകൊണ്ടാണ്. ആ രഹസ്യമാണ് ഗലാത്യർ 3:28-29 വാക്യങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ വായിച്ചല്ലോ. യേശുക്രിസ്തുവിൽ ജാതിമത വ്യത്യാസമില്ല, യഹൂദനെന്നോ യവനെന്നോ വൃദ്ധനെന്നോ ബാലനെന്നുള്ള വ്യത്യാസമില്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന അവസ്ഥ. ആ രഹസ്യം അപ്പസ്തലനായ പൗലോസിന് ദൈവികമായ വെളിപാടിനാൽ അത് വെളിവാക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് ദൈവം തന്നത് വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് അത് നൽകപ്പെട്ടു. അത് ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. അതെൻ്റെ കഴിവോ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ എൻ്റെ മറ്റ് സാഹചര്യങ്ങളോ നോക്കിയിട്ടല്ല, ദൈവത്തിന് എന്നോടുള്ള കരുണ നിമിത്തം എനിക്ക് ആ രഹസ്യം വെളിപ്പെടുത്തി തന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനുവേണ്ടി ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന സത്യമാണ് അദ്ദേഹം ഇവിടെ വെളിവാക്കുന്നത്. 14 മുതലുള്ള വാക്യങ്ങൾ അദ്ദേഹം വീണ്ടും ഇവിടെ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുകയാണ്. ഈ വലിയ രഹസ്യം തനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നതിൻ്റെ മുൻപാകെ ഞാൻ എന്നേറ്റതിനെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. യഹൂദന്മാർ സാധാരണ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്.
മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന രീതി അവർക്ക് ഇല്ലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ മുട്ടുമടക്കി കുമ്പിട്ട് നമ്മൾ നമസ്കരിക്കുന്നു. കാരണം അതിന് സ്തേഫാനോസ് സഹത കല്ലേറ് കൊള്ളുമ്പോൾ പുത്രൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നത് കാണുന്നത് ഏറുകൊണ്ട് അദ്ദേഹം മുട്ടുമടക്കി കുമ്പിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും പിതാവിൻ്റെ വലത്തുഭാഗത്ത് പുത്രനമ്പരാൻ ഇരിക്കുന്നതുമായ വലിയ ദർശനം അദ്ദേഹത്തിന് ലഭ്യമാകുന്നത്. ഇവിടെ പൗലോസ്ലീഹായും ആ ദൈവത്തിൻ്റെ ആ വലിയ വെളിപ്പെടുത്തലിൻ്റെ മുൻപാകെ മുട്ടുകൾ മടക്കുന്നു. അങ്ങനെ മടക്കി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം ഇവിടെ തയ്യാറാവുകയാണ്. ക്രൈസ്തവ സഭയിൽ നമ്മൾ കുമ്പിട്ട് മുട്ടുമടക്കി നമസ്കരിച്ചാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും സഭയിൽ പിതാക്കന്മാരെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധത്തിൽ അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരികമായ മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും. ദൈവത്തിൽ നിങ്ങളുടെ ആന്തരികമായ മനുഷ്യൻ ശക്തി പ്രാപിക്കണം. ബാഹ്യ മനുഷ്യനല്ല, ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കണം. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ എല്ലായ്പ്പോഴും വസിക്കണം. അത് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, ആരാധിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും കർത്താവിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന അനുഭവം ഉണ്ടാകണം. മൂന്നാമത്, സ്നേഹത്തിൽ വേരുവാകി അതിൽ നിങ്ങൾ അടിയുറക്കിച്ച് നിന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ ആ മൂന്ന് കാര്യങ്ങൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി, സ്നേഹത്തിൽ നിങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി, ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എല്ലാ വിശുദ്ധരോടുമൊപ്പം യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. ദൈവിക സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഒക്കെ അളക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അത് അനന്തമാണ്. അത് നമ്മൾ എത്രമാത്രം ദൈവത്തിൽ നമ്മൾ സമർപ്പിതമായിരിക്കുന്നുവോ, എത്രമാത്രം നമ്മൾ ആഴപ്പെടുന്നുവോ, അതനുസരിച്ച് മാത്രമേ നമുക്ക് ആ സ്നേഹത്തിൻ്റെ രഹസ്യം, അതിൻ്റെ ആ വലിപ്പം മനസ്സിലാക്കാൻ, ദൈവിക സ്നേഹത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്കതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒരിക്കലും സാധിക്കുകയില്ല. അതിനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ജാതിയിൽ നിന്ന് വന്നവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സഭയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ്ലീഹ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. അത് മുഖാന്തരം ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ, നിങ്ങൾ നിറയുവാൻ കാരണമായിട്ട് തീരട്ടെ. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. 20-ാം വാക്യത്തെ അദ്ദേഹം പറയുന്നു, നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവികമായ ശക്തിയാൽ നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാവട്ടെ. ഇവിടെ സഭ എന്ന് പറയുന്നത് എഫേസ്യ സഭ മാത്രമല്ല, ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പൗലോസ്ലീഹ ഇത് പറയുന്നത്. നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും നിരൂപിക്കുന്നതിലും ഉപരിയായ അളവറ്റ് നമ്മെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ളവനായ ദൈവത്തിന് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ നമുക്ക് ഇടയായിട്ട് തീരണം. ഇപ്പം ഈ 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹായ്ക്കും ഉണ്ടായതുപോലെയുള്ള വലിയ സമർപ്പണം നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുവാനുള്ള ദൈവത്തിൻ്റെ വിളി, അത് നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ്.
നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളൊക്കെ ഒരു സുവിശേഷമായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ വേദപുസ്തക വായനകളും ധ്യാനങ്ങളും ഒക്കെ അതിനെ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥനാപൂർവം ഈ 3-ാം അധ്യായം ഇന്ന് വായിക്കുവാനും ധ്യാനിക്കുവാനും നമുക്കിടയാവട്ടെ. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയായിട്ട് തീരട്ടെ.